വി ആർ ദ ലൈവ്. ഓഹോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീണ്ടും അങ്ങനെ ജിസ്മ ജിജിയും വിമൽ കുമാറും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഭാഗ്യത്തിന് ഇന്നത്തെ ആഴ്ച നമുക്ക് അധികം തിരക്കുകൾ പരിപാടി ഇല്ല. അപ്പൊ അത് കാരണം നമുക്ക് ഇതേ ടൈം ആക്കിയിട്ടിരിക്കുന്നു. നമ്മളുടെ പുതിയ ഫിക്ഷണൽ വീഡിയോയുടെ ഷൂട്ടും എഡിറ്റും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ പുതിയ വീഡിയോ എപ്പോൾ വരും? ബുധനാഴ്ച വരുമെന്നാണ് തോന്നുന്നത്. എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും കലക്കാം. അപ്പോ ബാക്ക് ടു അവർ വർക്ക്ഔട്ട് പരിപാടികൾ വരുന്ന സമയത്ത് ഓക്കെ അല്ലേ? നീ സെറ്റല്ലേ? ഉഷാറല്ലേ? ഓക്കെ, ഉഷാറൊക്കെ കുറവുണ്ടെന്നോളൂ. അസല് കൂർക്ക. അയ്യോ, ഫംഗ്ഷൻസും പരിപാടിയും കഴിഞ്ഞിട്ടും സാറ് എന്റെ വീട്ടിൽ വന്നിട്ടും ഇന്നലെ നന്നായിട്ട് പുട്ടൊക്കെ അടിച്ചു കേട്ടോ. ഡയറ്റൊക്കെ എന്തായാലും പൊളിയുന്നുണ്ട്. പക്ഷെ ഡയറ്റൊക്കെ തിരിച്ചു പിടിക്കണം. ഡയറ്റിന്റെ കാര്യം പറഞ്ഞ സമയത്താണ് ഞാൻ ആലോചിച്ചത്, നമ്മള് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാനുള്ള പ്ലാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസ്മ ജിജി. അപ്പോൾ ഈ ആഴ്ച തൊട്ട് നമുക്ക് നമ്മുടെ ഡയറ്റ് പരിപാടികൾ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി അങ്ങോട്ട് പിടിക്കാം. നമ്മൾ അടുത്ത ഒരു 4 ആഴ്ചത്തേക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അതായത് 1 മന്ത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മളൊരു ഫുൾ വീഡിയോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ മുതൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഫ്യൂ അവേഴ്സ് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. മേ ബി വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത കോഫി കുടിക്കാം, ബ്ലാക്ക് കോഫി. അതായത് കാലറീസ് ഒന്നും ബോഡിയിലേക്ക് പോകാൻ പാടില്ല. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക് ചെയ്യാം ഫാസ്റ്റിങ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഫുഡ് കഴിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന മെയിൻ 2 മീലായിരിക്കും. അത് ഉച്ചയ്ക്ക് ഒരു ബിഗ് മീലും രാത്രി ഒരു ബിഗ് മീലും. പക്ഷെ ഇത് കഴിക്കുമ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ കാലറി കൗണ്ടിന്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ കഴിക്കുന്നത്. അത്രയും നോക്കിയാൽ മതി. മനസ്സിലായി? ചിലവർക്ക് മേ ബി കാലറി മീറ്റ് ചെയ്യാനായിട്ട് മേ ബി ഈവനിങ് ഒരു സ്നാക്കും കൂടി കഴിക്കാം. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൺഫ്യൂസിങ് ആവും. പക്ഷേ നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് ഫുൾ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് മോർണിംഗോ ഈവനിങ്ങോ എപ്പോഴാണ് നിങ്ങളുടെ സ്യൂട്ടഡ് ടൈം, ആ സമയത്ത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ടുഡേസ് വർക്ക്ഔട്ട്. ഇന്നത്തെ വർക്ക്ഔട്ട് എന്താണ് ജിസ്മ ജിജി? കാമോണ്ടാ ഇവിടെ നിൽക്കണം. അപ്പൊ ഇവിടുത്തെ വർക്കൗട്ട് ഇന്ന് നിങ്ങൾ നേരെ ഫ്രെയിമിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് പുസ്തകങ്ങൾ ഇരിക്കുന്നു. സ്റ്റഡി ക്ലാസ് അല്ല. പിന്നെ ഇവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ട്. ആ കറുത്ത ബാഗ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോ ആൻഡ് താഴെ ഡംബിൾസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവാണ് നമ്മളുടെ റൊട്ടീനിലേക്ക് വെയിറ്റ് ട്രെയിനിങ്. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡംബിൾസ് മേടിക്കാൻ പറ്റുന്നവർക്ക് ഡംബിൾസ് മേടിക്കാം. പക്ഷേ മേടിക്കാൻ പറ്റാത്തൊരു സാരമില്ല, പതിയെ മേടിക്കണം. പക്ഷേ നമ്മൾ ഇന്ന് സ്ക്വാട്സ് ആയതുകൊണ്ട് ബാഗ്സ് യൂസ് ചെയ്ത് ബോഡി വെയിറ്റ് ആയിട്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളുടെ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും സ്ട്രെങ്ത് ഗെയിനിങ് ബെറ്റർ ആവുകയും ചെയ്യും, ഫാറ്റ് ബേണിങ് ബെറ്റർ ആവുകയും ചെയ്യും, എല്ലാം ബെറ്റർ ആവും. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കില്ലർ ഹോം ലെഗ് വർക്കൗട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനാമിക് സ്ട്രെച്ചസ് വെച്ചിട്ടാണ് നമ്മൾ മിക്ക കാലിന്റെ ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ഇരിക്കുക. നമ്മളുടെ സ്ഥിരം യോജന എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യാറുള്ള സ്ട്രെച്ചസ്. സോ മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ. കാരണം ലെഗിന്, പ്രത്യേകിച്ച് നീസിനൊക്കെ നല്ല ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കണം നീസ്. പെട്ടെന്ന് ഇഞ്ചുറി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ ഇഞ്ചുറി ഇല്ലാതെ നോക്കേണ്ടത് നമ്മളുടെ ജോലിയാണ്. കം ഓൺ, ലെറ്റ്സ് ഇറ്റ് ആൻഡ് ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ലെഗിന്റെ സ്ട്രെച്ചസ് ഏതാ? കാല് നേരെ നീട്ടി വെച്ച ശേഷം ഉള്ളിലേക്ക് എടുക്കുക, പ്രസ് ചെയ്യുക. സാരല്ലടാ, രാവിലെ ചമ്മന്തി ചുണ്ടിരിക്കും. എന്നാ ചളിയാന്നൊക്കെ. ഓക്കെ, 2, come on, 3, come on, 4. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ അറിയാലോ, താഴെ ഫൂട്ട് ടച്ച് ചെയ്യണ്ട, ഇങ്ങനെ എടുത്ത് ടൈറ്റ് ചെയ്യുക. 5, come on, 6, 7, 8, 9, 10. ഓ, ഇങ്ങനെ ഫസ്റ്റ് സ്ട്രെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് വൺ എന്താ? കാല് ചെറുതായിട്ടൊന്ന് മടക്കുക, കൈ നീസിന്റെ പൊക്കത്ത് വെച്ചിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുട്ടിന്റെ ചുറ്റുമുള്ള മസിൽസ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ഉണ്ടാക്കുക, ബേൺ വരുത്താൻ വേണ്ടി. ഓക്കെ, കമോ, 3, 2, 1. 1, 2, 3,
4. ജിസ്മാജിക്ക് ഈയിടയ്ക്കായിട്ട് എൻ്റെ ടീഷർട്ട് അടിച്ച് മാറ്റുന്നത് ജോലിയായി മാറിയിട്ടുണ്ട്. 4 more. 1. നാണുണ്ടോടാ? നാണില്ല. 3. Last one. Bulletproof knees. Come on, let's go. ഇനി എഴുന്നേക്ക. ഇനി ചെയ്യേണ്ടത് എന്താണ്? പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞു ഹൈറ്റുള്ള പ്രതലം എടുക്കുക. അത് വേണമെങ്കിൽ വീട്ടിലെ ചിര വരെ ആവട്ടോ. ഞാനിവിടെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ചെറിയ വെയിറ്റ്സ് വയ്ക്കുവാണ്. സോ മേ ബി ലിറ്റിൽ ബിറ്റ് ഹൈറ്റ്. ഇതിലും ഈ ഒരു ഹൈറ്റിലും കുറച്ചുകൂടി ആഡ് ചെയ്യാം. See? Cool. If you are comfortable with that, do that. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ കാല് ഇതിൻ്റെ പൊക്കത്തെടുത്ത് വയ്ക്കും. എന്നിട്ട് സോ മൈ അതർ ലെഗ് ഈസ് ഫ്രീ നോ, ആ ലെഗിനെ താഴ്ത്ത് വയ്ക്കുക. കണ്ടാ? അപ്പം ഈ ലെഗ് ചെറുതിന് മടങ്ങില്ലേ? ആൻഡ് ഇവിടെ ടെൻഷൻ വരും. അത് അവിടുത്തെ മസിൽസിനെ ശരിക്ക് വാമപ്പ് ആക്കും. ഓക്കെ, കം ഓൺ. 1, 2, 3. മുട്ടുവേനയൊക്കെ ഉള്ളവർക്ക് റെഗുലറായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലൊക്കെ നല്ല സ്ട്രോങ് ആയി മാറും. ആൻഡ് സ്ക്വാട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യാവുന്നതാണ്. യുവർ മൊബിലിറ്റി വിൽ ഗെറ്റ് ബെറ്റർ, യുവർ ജോയിൻറ്റ്സ് വിൽ ഗെറ്റ് സ്ട്രോങ്ങർ. കം ഓൺ, ഗോ ഫോർ 10. ഗോ സ്ലോ മൂവ്മെന്റ്സ്. യെസ്, കാരണം എത്രത്തോളം ടൈം അണ്ടർ ടെൻഷനാണ്, എത്രത്തോളം ടെൻഷനിലിരിക്കും ആ മസിൽ, you will get stronger joints. Okay, next leg. 1, 2, 3, 4, 5, 6, 7, 8. Come on, 2 more. 9, 10. Whoa. Okay. അങ്ങനെ ചെറിയ ഒരു മൊബിലിറ്റി സ്ട്രെച്ചിങ് എക്സസൈസും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് നമ്മുടെ സ്ഥിരം ഡൈനാമിക് എക്സസൈസസ്. സോ കാലുകൾ വീശി തുടങ്ങുക. ഓക്കെ ജിസ്മജി, 3, 2, 1 ഗോ. കം ഓൺ. 1, 2, 3, 4. എത്ര ബോറായി തോന്നിയാലും ഡെയിലി സ്ട്രെച്ചസ് ചെയ്യുക, പ്രത്യേകിച്ച് ഡൈനാമിക് വർക്കൗട്ടിന് മുമ്പായിട്ട്. 8. അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റിക്കവറി പെട്ടെന്ന് നടക്കില്ല. ഓക്കെ, നെക്സ്റ്റ് സൈഡ്. കം ഓൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, next one. Again another twist. കാലുകൾ ഫ്രണ്ടിലേക്ക് കറക്കുക. Okay. Oh shit. I do this. Okay, it's fine. I'll do. Come on. 2, 3, 4, 5, 6, 7, 8, 9, 10. Come on. Nice one. 3, 2, 1. Let's go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഈ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സ്, ജോയിൻറ്റ്, അതുപോലെ ഹിപ്പൊക്കെ മിക്കവർക്കും പെട്ടെന്ന് ടൈറ്റ് ആവുന്ന പോർഷൻസാണ്. അതൊക്കെ നന്നായിട്ട് അഴിഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് ഒരുപാട് നേരം സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഹിപ്പൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും. സോ ഡെയിലി ഹിപ്പ് ഓപ്പണിംഗ് വർക്കൗട്ട്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നെക്സ്റ്റ് തിങ്, നമുക്ക് നേരെ നമ്മളുടെ സ്ക്വാട്ട് വർക്കിലേക്ക് കയറാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ടോട്ടലി 6 വർക്കൗട്ടുകളാണ്. ഓക്കെ, 1, 2, 3, 4, 5, 6. 6 വർക്കൗട്ടുകളുണ്ട് ഇന്ന് കാലിന്. വെയ്റ്റ്സ് ഉള്ളതും വെയ്റ്റ്സ് ഇല്ലാത്തതുമായിട്ടുള്ള വർക്കൗട്ട്സ് ഉണ്ട്. ആൻഡ്
ഐ എം പ്രെറ്റി ഡാം ഷുവർ ഇത് ചെയ്ത് കഴിയുമ്പോൾ നാളെ കാലുകൾ വിവരം അറിയും. അപ്പോൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും സ്ട്രെച്ചൊക്കെ പ്രോപ്പർലി ചെയ്യാനായിട്ട് മറക്കരുത്. സോ നമ്മൾ വെയ്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ബോഡി വെയ്റ്റ് എക്സസൈസിൽ നിന്നും തന്നെ നിങ്ങളുടെ സെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ ആദ്യത്തെ വർക്കൗട്ട് നോർമൽ സ്ക്വാട്സ് ആണ്. സ്ക്വാട്സ് നമ്മൾ ഇന്ന് 5 സെറ്റ് ചെയ്യും. അതിൽ ആദ്യത്തെ സെറ്റ് നമ്മൾ ബോഡി വെയ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ലെറ്റ്സ് ഗോ. എത്ര കൗണ്ടാണ്? 15 കൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, come on, 3, 2, 1, let's go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Nice. Nice. That was a very easy set, right? 15 squats. നിങ്ങൾക്ക് ആർക്കും ഒരു എഫേർട്ടും ഇല്ലാത്തൊരു എക്സസൈസായി മാറിയിരിക്കുകയാണ്. പുല്ലാണ് അല്ലേ? 15 സെക്കൻഡ് എന്നൊക്കെ 15 സ്ക്വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഇതെന്തൊന്നുമില്ല. പക്ഷെ ഇവരറിയും. അപ്പോൾ പതിയെ പതിയെ കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. തിരിച്ചുപിടിക്കുക. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ഓരോ സെറ്റിനിടയിലും 45 seconds to 60 മാക്സിമം ആണ് റെസ്റ്റ് കൊടുക്കാറ്. സോ നെക്സ്റ്റ് സെറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് സെറ്റ് എന്താണ്? ഈ ബോഡി വെയ്റ്റ് സ്ക്വാട്സിൻ്റെ സെക്കൻഡ് സെറ്റാണ്. അതിൽ നമ്മൾ ചെറുതായിട്ട് വെയിറ്റ് ആഡ് ചെയ്ത് തുടങ്ങും. സോ ഞാൻ വെയിറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ബാഗ് യൂസ് ചെയ്താണ്. ജിസ്മ ജിജി ഡംബൽസ് ആയിരിക്കും കയ്യിലെടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. സോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ക്യാൻ ഐ ഹെൽപ്പ് മീ വിത്ത് ദ ബുക്സ്? കാരണം ഞാൻ അവിടെ വരെ പോയാൽ മൈക്ക് പോയി പോകും. സോ ഇതൊരു നോർമൽ സ്കൂൾ ബാഗാണ്, ഞങ്ങളുടെ ലാപ്ടോപ്പ് ബാഗാണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ബോഡി വെയ്റ്റിലാണ് ഞാനിപ്പോൾ സ്ക്വാട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഐ എം ആഡിങ് വെയ്റ്റ്സ് സോ ദാറ്റ് എൻ്റെ കാലുകളിലേക്ക് കൂടുതൽ എഫേർട്ട് വരും. ആ എഫേർട്ട് എൻ്റെ കൂടുതൽ മസിൽസിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, ഫാറ്റ് ബേൺ ചെയ്യുകയും ചെയ്യും. ബേസിക് തിങ്. സോ ആദ്യം ചെയ്യാൻ പോകുന്നത്, മൊത്തം എത്ര ബുക്കുണ്ട്? ആദ്യം ഒരു ബുക്ക് ഇടുക. കണ്ട, അത്യാവശ്യം ചെറിയ വെയിറ്റുള്ള ബുക്കാണ്. വീട്ടിലേക്ക് ഡിക്ഷണറിയൊക്കെ എടുത്താൽ മതി, അതിനൊക്കെ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുക. സോ ഞാൻ ഈ ബാഗ് നേരെ എൻ്റെ മുതുകത്തേക്ക് ഇട്ട ശേഷം സെറ്റ്. ഓക്കെ, ഇനി ഞാൻ സ്ക്വാട്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എന്തല്ലേ കുറച്ച് വെയിറ്റ് ബോഡിയിലേക്ക് ആഡ് ആയി. സോ ഞാൻ വെയിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൗണ്ട് റെപ്പിറ്റേഷൻ കുറയ്ക്കും. അതായത് നമ്മൾ 15 എണ്ണം ആദ്യം പോയെങ്കിൽ നൗ ഐ വിൽ ഗോ ഫോർ 12. ഓക്കെ, സെക്കൻഡ് സെറ്റ് 3. ജിസ്മ ജിജി അതുപോലെ 4 കിലോത്തിന്റെ ഡമ്പലാണ് കയ്യിലെടുത്തിരിക്കുന്നത്. സോ യു ഡു വൺ തിങ്, സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ വെയിറ്റ്. നോ, ഓക്കെ, ശരി, ഫൈൻ. സോ ജിസ്മ ജി 4 കിലോ കയ്യിലെടുത്തിട്ടുണ്ട്. ഡോർ അടഞ്ഞു പോയോ? ലൈറ്റ് കാണുന്നില്ല. ജിസ്മ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ, 3, 2, 1, ലെറ്റ്സ് ഗോ. 1, 2, 3, 4, 5, 6, 7, 8, 4 more, 9, 10, 11, 12. സിമ്പിൾ. 12 റെപ്പിറ്റേഷൻ ചെയ്തു, വളരെ ചെറിയ വെയിറ്റിൽ. ഇപ്പൊ ജിസ്മ ഡംബൽ യൂസ് ചെയ്തില്ലേ? നീ ഒന്നുകൂടി ഡംബൽ കൈയെടുത്തേ. സോ ജിസ്മയ്ക്ക് നീ എങ്ങനെയാ ഡംബൽ ആക്ച്വലി ഹോൾഡ് ചെയ്തേ? പല രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഒന്ന് നേരെ നിൽക്കോ. ഇപ്പൊ നിങ്ങൾ സ്ക്വാട്ട് ചെയ്തേ. ഇപ്പൊ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പൊ ചെയ്തത് ജിസ്മ എങ്ങനെയായിരുന്നു? കയ്യിൽ സൈഡ്സിൽ പിടിച്ചിട്ടാണ്. കണ്ട, ഇനി ഒന്ന് ചരിഞ്ഞെന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പൊ ഇനി ചെയ്യുമ്പോൾ മുട്ടുകൾ പോകുന്ന എങ്ങനെയുണ്ടോ? ഒന്നുകൂടി ഇരുന്ന് കണ്ടോ, മുട്ടുകൾ അപ്പോഴും ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. ആൻഡ് ഇങ്ങനെ ചെയ്യാൻ ഡംബൽ സൈഡിൽ പിടിച്ചിട്ട് കാലിലൊക്കെ മുട്ടുന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഡു ദിസ്. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഷോൾഡറിന് കുറച്ച് എഫക്റ്റ് വരും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെയും സ്ക്വാട്ട് ചെയ്യാം. അല്ലെങ്കിൽ
ഡു ലൈക്ക് ദിസ്. ഇങ്ങനെ പിടിച്ചാൽ കണ്ട, മറ്റേ നെഞ്ചാമരമൊക്കെ പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് അറിയില്ല. ഇങ്ങനെ നീ പിടിച്ചാൽ നിന്റെ ഷോൾഡറിൽ എഫേർട്ട് ഉണ്ട്. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കണ്ട, ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഒക്കത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് സ്ക്വാട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സെക്കൻഡ് സെറ്റ് കഴിഞ്ഞിരിക്കുക. നമ്മൾ ഓരോ സെറ്റ് മുമ്പോട്ട് പോകുന്തോറും ആഡ് മോർ വെയിറ്റ്സ്, ഇന്റൻസിറ്റി കൂട്ടുക, വോളിയം കൂട്ടുക. എല്ലാം ഡിക്ഷണറി വലിപ്പത്തിലുള്ള ബുക്സ് ആണ്. നോക്കൂ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നീ എന്ത് യു ക്യാൻ. ഇല്ല, ഈ ഡമ്പൽ എടുത്തോ. ഈ ഡമ്പൽ ഇപ്പൊ 5 കിലോ ഉണ്ട്, സോറി 10 കിലോ ഉണ്ട്. ആ കാമ, അടിപൊളി. അപ്പൊ ഞാനും വെയിറ്റ്സ് ആഡ് ചെയ്തു. ജിസ്മ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഈ ഒരു ഡമ്പലിന് 10 കിലോ ഉണ്ട്. സോ ദിസ് വാസ് 4 and 5 കിലോ ഒരു സൈഡിൽ, ഒരു 10 കിലോ. ആദ്യം എടുത്ത ഡമ്പൽസ് 4 കിലോസ് ആയിരുന്നു. സോ 4 and 4 8. ദിസ് ഇസ് ഫോർ 10. ഓക്കെ, അപ്പൊ മോർ വെയിറ്റ്സ് ആവുകയാണ്. ഐ എം ഓൾസോ ആഡിങ് മോർ വെയിറ്റ്സ്. സോ ലെറ്റ്സ് ഗോ. 10 റെപ്പിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാം സെറ്റ് ആണ്. ഓക്കെ, 3 2 1 ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ മൂന്നാം സെറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ബോഡി വെയ്റ്റ്സ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഓരോ തവണ വെയിറ്റ് ചെറുതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, ഓരോ സെറ്റ്സ് ഓറും. ആൻഡ് റെപ്പിറ്റേഷൻസ് ചെറുതായിട്ട് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നാലാമത്തെ സെറ്റാണ്. ഓക്കെ, നാലാം സെറ്റ്. സോ വാട്ട് ഐ വിൽ ഡു, ഞാൻ ഇനിയും വെയിറ്റ് ആഡ് ചെയ്യും. അടിയൂ, ഇടൂ, കമോൺ. ഇപ്പം ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ വീട്ടിൽ ബുക്ക് ഉണ്ടെങ്കിൽ, ഇനിയും നിങ്ങളുടെ ബാഗിൽ സ്ഥലമുണ്ടെങ്കിൽ വെയിറ്റ്സ് ആഡ് ചെയ്ത് തന്നെ ചെയ്യാം. ജിസ്മ ജിജി വരുന്നുണ്ട്. ജിസ്മ ജിജി ചെറിയ കളികളൊന്നുമില്ല, ഓൺലി വലിയ കളികൾ മാത്രം. കണ്ടില്ലേ, 2 10-ന്റെ ഡമ്പലാണ് ജിസ്മ ജിജി എടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ 20 കിലോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിന് മാക്സിമം 10 കിലോ ഉണ്ടാവുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നതിന് ഡബിൾ വെയിറ്റ് എടുത്തിട്ടുണ്ട്. കാല് തട്ടാതെ നോക്കിയാൽ മതി. സോ നമ്മൾ ഫോർത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് 8 റെപ്പിറ്റേഷൻ ആണ്. ലെറ്റ്സ് ഗോ. 3 2 1 ഗോ. 1 കംഫർട്ടബിൾ നോ. 2 3 4 5 6 come on 7 8 സൂപ്പർ നൈസ്. അപ്പോ നീ ലാലേട്ടനായി മാറിയോടാ, ഒരു സൈഡിലേക്ക് ചരിവ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ബാഗ് എടുക്കാനും വെയിറ്റ്സ് എടുക്കാനും എല്ലാവർക്കും സമയം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് വെയിറ്റ്സ് എടുത്ത് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ എല്ലാവർക്കും ഇനി അങ്ങോട്ട് പരിചിതമാവും. അപ്പോൾ ബാഗ്സ് റെഡിയാക്കി വെക്കുക, ഡംബൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി വെക്കുക, വീട്ടിൽ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ വെയിറ്റ്സ് എടുക്കാൻ പറ്റും അതൊക്കെ റെഡിയാക്കി വെക്കുക. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ സ്ക്വാട്ട് പൊസിഷൻ, പിന്നെ പുഷിങ് ആയിരിക്കും, പിന്നെ ചെയ്യുന്നത് കേൾസ് പോലത്തെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ എക്യുപ്മെന്റ്സ് എടുത്ത് കയ്യിൽ വയ്ക്കുക, വെയിറ്റ്സ് ഇല്ലെങ്കിൽ തന്നെ. സോ നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ഫോർ 5th റൗണ്ട്. 5 സെറ്റ്സ് ആണ് നമ്മളിന്ന് സ്ക്വാട്ട്സ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെയ്ത അതേ വെയിറ്റ്സ് ഇനി നമ്മളുടെ ഇവിടെ ആഡ് ചെയ്യാൻ വേറെ ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ബാർസിലൊക്കെ വെയിറ്റ് ആഡ് ചെയ്യാൻ. സോ നമ്മൾ ഇതേ വെയിറ്റ് തന്നെ ആയിരിക്കും പോകുന്നത്. 5th സെറ്റ്. ആ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കാലൊക്കെ. എല്ലാ സെറ്റ്സിൻ്റെ ഇടയിലും നിങ്ങളുടെ മസിൽസ് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത്രയും ലൂസൻഡ് ആയിട്ടുള്ള മസിൽസ് ആയിരിക്കും ഉള്ളത്. സ്ട്രോങ് ബട്ട് ഫ്ലെക്സിബിൾ, വിച്ച് ഇസ് ഗുഡ്. പാല് പോലെ ഇരിക്കണം അല്ലേ, അല്ലാതെ മറ്റേ ഇറുകി പിടിച്ചിരിക്കരുതല്ലോ ബോഡി. ഓക്കെ, സോ വെയിറ്റ് എടുത്തോളൂ. കമോൺ ജിസ്മ ജിജി, പൊക്കാൻ പറ്റാത്ത വെയിറ്റ് എടുത്തോണ്ടൊരു ബാ. അതെ, ഇച്ചിരി കൂടി വെയിറ്റ് ആഡ് ചെയ്താൽ നിന്റെ എത്രയാവും. ലെറ്റ്സ് ഗോ. അഗെയിൻ വി ആർ ഗോയിങ് ഫോർ 8 റെപ്പിറ്റേഷൻ. 5th സെറ്റ് ആണ്. ഇതോടുകൂടി സ്ക്വാഡ്സ് തീരും. നെക്സ്റ്റ് എക്സസൈസിലേക്ക് നമുക്ക് പോകാം. 3 2 1 ലെറ്റ്സ് ഗോ.
1, 2, 3, 4, 5, 6, 7, 8. സൂപ്പർ. ഹാ, സാരമില്ല. അഴിച്ച് അതിലും ചെറിയ ഡമ്പൽ ഉണ്ടാക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് അത് വെച്ച് തന്നെ ചെയ്തത്. പക്ഷെ ഗുഡ് എഫേർട്ട്. സമയമില്ല, എനിക്ക് തോന്നി, മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ബാഗ്സിന് പകരം ഉണ്ടല്ലോ, ആക്ച്വലി നിങ്ങൾക്ക് ബോഡി സ്യൂട്ട് കിട്ടും. അതായത് ബോഡി ആമർ പോലത്തെ മേത്തിടാൻ പറ്റിയ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ പോലത്തെ സാധനം കിട്ടും. അതിനകത്ത് ഫുൾ നിങ്ങൾക്ക് വെയിറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. പുള്ളപ്പ് ചെയ്യുമ്പോൾ ഇടാം, പുഷപ്പ് ചെയ്യുമ്പോൾ ഇടാം, സ്ക്വാട്ട്സ് ചെയ്യുമ്പോൾ ആ ബോഡി വെയിറ്റ് ഇടാം. ഇതിപ്പോൾ സ്കൂൾ ബാഗ് പോലത്തെ ബാഗല്ലേ. സോ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് എക്സസൈസ് വിച്ച് ഇസ് ലഞ്ചസ്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇതിനകത്തുള്ള വെയിറ്റ് ഞാൻ കുറയ്ക്കുന്നില്ല, ഇത് അതേപടി തന്നെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോവാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ആ വെയിറ്റ് എടുത്ത് ബോഡിയിലേക്ക് ഇടാം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസസ് ലഞ്ചസ്. സോ ലഞ്ചസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നോർമലി നമ്മൾ ഫ്രണ്ട് ഓർ ബാക്ക് അതുപോലെ ഓപ്ഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലർക്ക് ഫ്രണ്ടിലേക്ക് കാല് വയ്ക്കാനൊക്കെ ഇഷ്ടം. ഐ പ്രിഫർ ഗോയിങ് ബാക്ക്വേർഡ്. കാരണം പ്രത്യേകിച്ച് എൻ്റെ കാലിന് ചെറിയൊരു നീക്ക് ഇഞ്ചുറി ഉണ്ട്. സോ ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നതിലും എനിക്ക് കംഫർട്ടബിൾ ബാക്കിലേക്ക് വയ്ക്കാനുണ്ട്. സോ ഐ എം ഡൂയിങ് ദോട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. 3, 2, 1. Let's go. We are going for 12 repetition each leg. Okay, 3, 2, 1. Let's go. 1. 1. ആ, ഞാനും അങ്ങനെയാണ്. ഓ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് അല്ല അല്ലേ. 2, 3, 4, 5, 6, 7, 8. Come on, എല്ലാവരും വിട്ടു കൊടുക്കല്ലേ. പോരട്ടെ. 9. യെസ്, come on, super. പോരട്ടെ. 10, 11. കാലിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ടാവും, കാരണം വെയിറ്റ്സ് ഒക്കെ ആടി തുടങ്ങിയല്ലേ. 12. ഓഹോ, നൈസ്, സൂപ്പർ. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ കഥപ്പ് വരുന്നത് ലഞ്ചസ് ചെയ്യുന്ന സമയത്താണ്. പ്രത്യേകിച്ച് നമ്മൾ മറ്റേ ജിമ്മിൽ നല്ല സ്പേസ് ഉള്ളപ്പോൾ, ഞങ്ങൾ ജിമ്മിൽ വർക്കൗട്ടിൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കയ്യിൽ ഡംബൽസ് എടുത്തിട്ട് നടക്കും. ഇങ്ങനെ നടന്ന് ഡംബൽസ് ആയിട്ട് പോകും. ഓ, അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കഥപ്പ്. ആ, അത് ചെയ്യുമ്പോഴാണോ? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ലഞ്ചസ് ചെയ്യുമ്പോഴാണോ? പോട്ടെ. ഓക്കെ, സോ ഇനി നമ്മൾക്ക് നെക്സ്റ്റ്, താങ്ക് യു, നെക്സ്റ്റ് 2 സെറ്റിലും ഞാൻ വെയിറ്റ്സ് ആഡ് ചെയ്യാൻ പോകാം. കാരണം എനിക്ക് കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂട്ടണം. അതെ, ആ, ഓക്കെ. സോ ലെറ്റ്സ് ഗോ. ഇപ്പം എല്ലാവരും സെറ്റ്സിനിടയിൽ സ്ട്രെച്ച് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക. അതിങ്ങനെ കാലോട് ചെയ്യാം, അല്ലെങ്കിൽ കാല് മടക്കി കാലിലിരിക്കില്ലേ, അങ്ങനെ എന്നാലും തറയിൽ. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ ബോഡി വെയിറ്റ് ആഡ് ചെയ്തു. സോ ഞാൻ ആദ്യം 12 റെപ്പിറ്റേഷൻ പോയെങ്കിൽ ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് 10 റെപ്പിറ്റേഷനാണ്. സോ ലെറ്റ്സ് ഗോ. 3, 2, 1. ഫസ്റ്റ് 1. യെസ്, ആഹാ, വെയിറ്റ് ആഡ് ചെയ്തപ്പോൾ നല്ല സുഖം. Just 2. Come on. Aha. Come on, Vimal. Yes. Good. Come on, 4 more. 1. Hey, oh. Stop. Come on, Vimal. 2. Come on. 3. 2 more. Come on, Vimal.
Come on, everybody. എല്ലാവരും വന്നോട്ടെ. 4. Yes, come on, last one. 5. That was epic. എൻ്റെ അമ്മേ, നല്ല കഥപ്പുണ്ട്. അതുപോലെ തന്നെ കാലിൻ്റെ മസിലുണ്ടല്ലോ, ഇങ്ങനെ അസല് ഗൂർക്കായിക്കൊണ്ടിരിക്കുന്നു. അത് ഇതിലാണ് എല്ലാത്തിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നന്നായിട്ട് കഥയ്ക്കുന്നുണ്ട്. കുറേ നാളെ സ്ക്വാട്ട് പ്രോപ്പർലി ചെയ്തിട്ട് അതുകൊണ്ടിരിക്കും. അതെ, ഓക്കെ. സോ ഇനി നമുക്ക് ലഞ്ചസ് ഒരു സെറ്റ് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ബാഗൊക്കെ എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവും, ബുക്സൊക്കെ നിറയ്ക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അഥവാ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് സ്ക്വാറ്റിംഗ് ഡേ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ തേർഡ് സെറ്റ്. സെയിം വെയിറ്റ്, സെയിം റെപ്പിറ്റേഷൻ. ഓക്കെ, 8 കിലോ ചെയ്തു. അപ്പോൾ മേ ബി യു ക്യാൻ റെഡ്യൂസ് യുവർ numbers. Okay, 3, 2, 1, let's go. 1, come on, 2, 3, നല്ല സുഖമുണ്ടടാ. 5, come on. എനിക്ക് നല്ല മടിയാണ് ആക്ച്വലി കേട്ടോ സ്ക്വാട്ട് ചെയ്യാനായിട്ട്. 6, come on, 4 more. 7, 8, come on, 9, come on, 10, yes, come on. Woo! പൊള്ളി. ഈ വർക്കൗട്ട് സർവൈവ് ചെയ്യാൻ, ശക്തി തരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ? ദൈവമേ. പക്ഷെ ഇന്നെന്താ അറിയത്തില്ല, എനിക്ക് ആ പനിയൊക്കെ വന്ന് പോയിട്ട് നല്ല ടയർഡ്നെസ് ഉണ്ട്. ചെറുതായിട്ടൊരു വൈറൽ ഫീവർ അടിച്ചായിരുന്നു ലാസ്റ്റ് വീക്കൊക്കെ. അതിൻ്റെ ഒരു ഹാങ് ഓവർ ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. ബോഡിയിൽ നിന്ന് അത് ടോട്ടലി പോയിട്ടില്ല. പക്ഷെ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ച് നല്ല റെസ്റ്റ് എടുത്ത്, എവിടെ റെസ്റ്റ്? പക്ഷെ എന്തായാലും വർക്കൗട്ട് നമ്മൾ മുടക്കത്തില്ല. നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ 90 ദിവസത്തേക്ക്. ഓക്കെ, അപ്പോൾ ഡേ 37 ആണ്. ഓൾമോസ്റ്റ് ഹാഫ് വേ ആവാറായി നമ്മൾ. അപ്പോൾ വിച്ച് ഇസ് എ വെരി ബിഗ് ന്യൂസ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ചേഞ്ചസ്, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിക്സ് നമുക്ക് സ്ഥിരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉടനെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വെച്ചുകൊണ്ട് ഒരു കൊളാഷ് വീഡിയോ തന്നെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. സോ കീപ് സെൻഡിങ് ദാറ്റ്. ലെറ്റ്സ് ബി എ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. സോ ലെറ്റ്സ് ഗോ. അടുത്ത എക്സസൈസ് ഹിപ്പ് റൈസസ് ആണ്. നമ്മൾ എല്ലാ ലെഗ് ഡേയിലും ആഡ് ചെയ്യാറുണ്ട് ഹിപ്പ് റൈസസ്. കാരണം നിങ്ങളുടെ ബട്ടാക്സ്, നിങ്ങളുടെ ഹാംസ്ട്രിങ് ഏരിയയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മൾ 15 റെപ്പിറ്റേഷൻ ആണ് പോകാൻ പോകുന്നത്. 3 സെറ്റും 15 റെപ്പിറ്റേഷൻ പോകും. ഓക്കെ, ലെറ്റ്സ് ഗോ. 3, 2, 1, go. 1, 2, 3, 4. ഈ എക്സസൈസ് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്ലോ ആക്കുക. മനസ്സിലായോ? മാക്സിമം സ്ലോ ആക്കി പൊക്കത്തോണ്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ ഹീൽസ് ഇല്ലേ, നിങ്ങളുടെ ഹീൽസിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്താൽ നിങ്ങളുടെ ബമ്മ്, ഹാംസ്ട്രിങ് ഒക്കെ ശരിക്കും ഔട്ട് ആവുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് ഹോൾഡ് ചെയ്യുക പൊക്കത്ത് നന്നായിട്ട്, വളരെ സ്ലോലി ഹോൾഡ് ചെയ്യുക. അപ്പോൾ മനസ്സിലാവും ഈ വർക്കൗട്ടിന് എത്രത്തോളം റിസൾട്ട് തരാൻ പറ്റുന്നു. 1, 4 more, 2, 3, 4, last one. കണ്ട, ഞാനിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീലിലാണ് കൂടുതൽ എനിക്ക് ആ ബേൺ ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റണം. ഹാംസ്ട്രിംഗിലും എൻ്റെ പമ്പിലും. എൻ്റെ അമ്മേ,
ഈ സാധനം തന്നെ ചെയറിൽ ചെയ്യാം, പക്ഷെ അതിനു മുമ്പായിട്ട് ഇത് സിംഗിൾ ലെഗിൽ അടിച്ച് പഠിച്ചോ, അതാണ് ബെറ്റർ. അത് ഹിപ്പ് ത്രസ്റ്റർ എന്ന് പറയുന്ന വേറെ എക്സസൈസാണ്. ദിസ് ഇസ് ഹിപ്പ് റേസസ്, ദാറ്റ് ഇസ് ഹിപ്പ് ത്രസ്റ്റേഴ്സ്. സോ അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് വെയ്റ്റ്സ് ഹിപ്പിൽ വെച്ചിട്ട് ചെയ്യും. അത് പ്യോർലി ബമ്മിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്, നല്ല ഭംഗിയുള്ള ചന്തി ഉണ്ടാവാൻ. അപ്പോൾ കിടന്നോളൂ. ആൻഡ് ഹിപ്പ് റൈസസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടത് എങ്ങനെയാ? ഒരു കാല് ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടും നിങ്ങൾക്ക് സ്ട്രെച്ചിങ് കിട്ടുന്നില്ലെങ്കിൽ ഈ കാല് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് കണ്ട നമ്മൾ മറ്റേ സുഖവാസത്തിനൊക്കെ മുമ്പ് കിടക്കില്ലേ, അതുമാതിരി ഇങ്ങനെ കിടക്കുക. എന്നിട്ട് താഴെ കുത്തിരിക്കുന്ന കാലിന് ബാക്കിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇവിടെ ഒരു വലിയും മടക്കി വെച്ചേക്കണ കാല് വലിയും, നല്ലൊരു വലിയലാണത്. വീണ്ടും ഇവിടെ വയ്ക്കുക അല്ലേ, കാല് മടക്കി ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, യാ. സോ ലെറ്റ്സ് ഗോ. രണ്ടാമത്തെ സെറ്റിലേക്ക് പോവാണ്. രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ സിംഗിൾ ലെഗ് ആയിട്ടാണ് ഹിപ്പ് റൈസസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യും? ഒരു കാലം ഇങ്ങനെ നിങ്ങൾക്ക് പൊക്കി പിടിക്കാം. ഓക്കെ, അല്ല ഇതിൻ്റെ മുകളിലും വയ്ക്കാം. എന്നിട്ട് കിടന്ന ശേഷം കണ്ട 1. ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ. എനിക്കിങ്ങനെ പിടിക്കുന്നത് ഇഷ്ടം. 2, 3, 4, 5, 6. ശ്രദ്ധിക്കുക കേട്ടോ, നടുവിന് കിട്ടരുത്. കറക്റ്റായിട്ട് നിങ്ങളുടെ കാലിൽ തന്നെ കിട്ടുന്നവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ 2 ലെഗ് തന്നെ കുത്തി തന്നെ ചെയ്യാം. ഓക്കെ, 2 more. 9, 10. സൂപ്പർ. നെക്സ്റ്റ് ലെഗ്. 1, 2. ഇങ്ങനെ വയ്ക്കാം. 3, 4. ഇങ്ങനെയും പിടിക്കാം. 5. ആ സ്ലോ മൂവ്മെന്റിലാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ. 6. ഫീൽ ഇറ്റ്. കമോൺ. 7. അത് തന്നെ. കമോൺ, ഫീൽ ഇറ്റ്. 8. 2 more. 9. കമോൺ. യെസ്. എൻ്റെ ബേൺ ഫീൽ ചെയ്തോ? റിയലി നൈസ്. നോ, ഇതാ പറയുന്നത് നമ്മളുടെ ബോഡിയിലെ ചെറിയ മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതുപോലത്തെ. വളരെ മൈന്യൂട്ടായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഈ സാധനങ്ങൾക്കൊക്കെ നമുക്ക് ബേൺ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് എവറിത്തിങ് കോൺട്രിബ്യൂട്ട്സ് ടോട്ടലി. സോ സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ കാലിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരാം. ഓഹോ, അതേപോലെ ഇപ്പുറത്തെ കാലിന് വയ്ക്കുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു 10-15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. നൈസ്. നോ, കല്ലൂരി സാറേ, ഒരു പഴയ പാട്ട, പവർ വരാൻ വേണ്ടി പാടുന്ന. ഒരു ഹിപ്പ് റൈസും കൂടി, ഒരു സെറ്റും കൂടി പോവാ. എൻ്റെ കാഫൊക്കെ പെട്ടക്കണത് കണ്ടോ? പെട്ടക്കണത് പടപ്പിച്ച് ഇതിങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? അയ്യ, അങ്ങനെയല്ല, മസിൽസ് മാത്രം. ഇതിങ്ങനെ വാ, let's go, come on, Jisma Gigi. Cringe, I am the cringe. അപ്പോൾ തേർഡ് സെറ്റ് ആണ്. Come on, 3, 2. സിംഗിൾ ലെഗ് തന്നെ അടിച്ചോ. 3, 2. നമ്മൾ ഹാർഡായിട്ട് ചെയ്തോണ്ടിരിക്കണം. പക്ഷേ റെപ്പിറ്റേഷൻ കുറച്ച് ചെയ്താൽ, ഒരു 8 ചെയ്താൽ മതി. 3, 2, 1. Let's go. 1. ആഹാ. 2. Come on. 3, 4, 5, 6. നടുവിലേക്ക് പോകരുത്, കാലിൽ തന്നെ പിടിക്കണം. 7. Come on. 3, 2, 1. Let's go. 1. 2, 3, 4, 5. 3 more. 1, 2. Yes, sir. Total disaster. അതെ,
സോ ഹൗ വാസ് ഇറ്റ്? പെർഫോം ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആയിരുന്നു. നമ്മളിപ്പോൾ 3 എക്സസൈസസ് ഫിനിഷ് ചെയ്തിരിക്കുക. ആൻഡ് നമുക്കിനി 3 എക്സസൈസും കൂടി ഉണ്ട്. ആ 3 എക്സസൈസസിൽ 2 എക്സസൈസസ് കുറച്ച് എക്സ്പ്ലോസീവ് ആണ്, നല്ല എക്സ്പ്ലോസീവ് എക്സസൈസസ് ആണ്. അതിനുശേഷം നമ്മൾ ഒരു മേജർ കാലിനെ കൊന്നെടുക്കുന്ന ഒരു എക്സസൈസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലുകൾക്ക് നല്ല പണിയാണ്. നാളെ കാലുകളുടെ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്തായി അപ്പുറത്തുള്ള അവസ്ഥ ഒന്ന് പോയി നോക്കിയിട്ട് വരും. It's going good, no? ബാ സ്ട്രെച്ച് ലിറ്റിൽ ബിറ്റ്, അല്ലെങ്കിൽ കാലൊന്നും പൊങ്ങത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിന്ന് എങ്ങനെ സ്ട്രെച്ച് ചെയ്യണേ? കാലിലേക്ക് ഇരിക്കുക, കണ്ടല്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ക്വാഡ്സ് വലിയും. ഓക്കെ, ക്വാഡ്സ് നന്നായിട്ട് വലിഞ്ഞ ശേഷം മേ ബി ഇനിയും കുറച്ചുകൂടി സ്ട്രെച്ച് വേണമെങ്കിൽ യു ക്യാൻ ഗോ ലൈക്ക് ദിസ്. ഇനിയും വേണമെങ്കിൽ യു ക്യാൻ ഗോ ലൈക്ക് ദിസ് ആൻഡ് ലൈ ഡൗൺ. ഓക്കെ, ഞാൻ ബാക്കിലേക്ക് പോകുന്നതോടെ എൻ്റെ കാലിൻ്റെ ഈ പോർഷൻസ് നന്നായിട്ട് വലിയുണ്ട്. ജിസ്മാജി ഇവിടെ വരൂ, അല്ലെങ്കിൽ ഞാൻ കുപ്പിക്കരുത്. ബടാ, കുപ്പിയുടെ മൂടിക്കാണെങ്കിൽ. സോ അടുത്ത എക്സസൈസ് എന്താണെന്നുള്ളത് നമുക്ക് ജിസ്മ ചേച്ചി കാണിച്ചു തരും. ജിസ്മ ചേച്ചി കാണിച്ചു കൊടുക്കൂ. അടുത്ത എക്സസൈസ് എന്താണ്? തപ്പിച്ചോളൂ. വിത്തൗട്ട് വെയിറ്റ്സ് ചെയ്തോ. സോ ഒരു കാല് വെച്ച് മാത്രം പ്രത്യേകതരം ടെക്നിക്കാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് നമ്മൾ കാല് നന്നായി അടുത്ത് വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു കാല് മാത്രം സ്ക്വാട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഈ കാല് ബെൻഡ് ചെയ്ത് താഴെ വന്നിട്ട് ദാറ്റ് ഈസ് ഹാഫ് പോർഷൻ ഓഫ് 1 ബെൻഡ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീൻ ചെയ്യുമ്പോൾ മുട്ട് ഫ്രണ്ടിലേക്ക് പോകാതെ മാക്സിമം ബാക്കിലേക്ക് വേണം ഇരിക്കാൻ. അതായത് ലൈക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെ ബാക്കിലേക്ക് പോകണം. ബെൻഡ് ആൻഡ് ടച്ച് സ്ലോലി ആണ് ചെയ്യേണ്ടത്. ഇത്ര ഉള്ളൂ പരിപാടി, സിമ്പിൾ. സ്ലോലി ചെയ്യണമെന്നില്ല, സ്ലോലി ചെയ്താലും നല്ലതാണ്. സ്ലോലി ഇത് അത്രയും നല്ലതാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ സെറ്റ് നമ്മൾ വെയിറ്റ്സ് ഇല്ലാതെ പോവുകയാണ്. ഈ എക്സസൈസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും. പുതിയതായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. 3. ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? റൈറ്റ്. ആൻഡ് ഹൗ മെനി സെറ്റ്സ് ആർ വി ഡൂയിങ്? 10 ഈച്ച്. ഓക്കെ, ഹൗ സ്ലോ ആർ യു ഡൂയിങ്? കം ഓൺ, ഷോ മീ. അത്രയും സ്ലോയോ? കൊല്ലം. അങ്ങനെയൊന്നുമില്ല, അത് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, കം ഓൺ. 3, 2, 1, ലെറ്റ്സ് ഗോ. 1, come on. 2, come on. 3, come on. 4, come on. 5, come on. 6, come on. 7, come on. 8, come on everybody. 9, last one. ആഹാ, ദാറ്റ് വാസ് നൈസ്. നമ്മൾ സ്കേറ്റേഴ്സ് ചെയ്യാറുണ്ട്, ഓർമ്മയുണ്ടോ? സൈഡിലേക്ക് ചാടി അപ്പോഴും നമുക്ക് ഇതേപോലെ നമ്മളുടെ കാലിൻ്റെ സൈഡ് മൂവ്മെൻറ്റിലേക്കുള്ള സ്ട്രെങ്ത് ആണ് വരുന്നത്. ഇവിടെയൊക്കെ കുറേ പോർഷൻസ് ആയിട്ട് മസിൽസ് ഉണ്ട്, എല്ലാം സ്ട്രെങ്ത് ഉണ്ടാവും. ഓക്കെ, സോ സെക്കൻഡ് സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 30 സെക്കൻഡ്സ് എല്ലാവരും റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്യുക. കമോൺ, എല്ലാവരും ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ സ്ട്രെച്ച് ചെയ്യുക. അവിടത്തോടെ ഇവിടത്തോടെ ഇങ്ങനെയൊക്കെ സ്ട്രെച്ച് ചെയ്യുക. അതെ, അത് നല്ലൊരു സ്ട്രെച്ചാണ്. അതൊക്കെ കണ്ടാരും ചെയ്ത് താഴെ വീടരുത്. ഓക്കെ, no, I'm getting bored of that bag. I'll do the dumbbell only. Okay, let's go. So ittavana ante kai will be like this. Pass book aaniki book അതന്നെ. come on, let's go. 10 repetition തന്നെ പോയാലോ? Yes. 3, ഞാൻ താഴത്തേക്ക് കൊണ്ടുപോകണില്ല, ഇങ്ങനെ തന്നെ പിടിക്കുക. 3, 2, 1, let's go.
1 2. താഴെ കൊണ്ടുപോയി നോക്കി മനസ്സിലായി. എനിക്ക് എൻ്റെ കൈക്ക് നീളമുള്ളതുകൊണ്ട് ഇടാം, ഡംബിൾ താഴത്തെ അടിച്ചോളൂ. എനിക്കിതാ രസം. കമോ സൂപ്പർ. 6 നൈസ്. 7 നൈസ്. 8 നൈസ്. 9 നൈസ്. Sorry. That nice. Oh, that is really nice. അത് അടിപൊളിയായിരുന്നു. എനിക്ക് അഗെയിൻ ലഞ്ചസ് ചെയ്യുന്ന പോലത്തെ ഫീലാണ് വരുന്നത്. പക്ഷേ എനിക്കൊരു ലഞ്ചസിൻ്റെ അത്രയും ഹാർഡല്ല എക്സസൈസ്. കാരണം ലഞ്ചസിൽ ഫുള്ളി നമ്മളുടെ ഈ 2 പോർഷനിലെ ക്വാഡ്സ് മാത്രമാണ് വർക്കാവുന്നത്. ഇപ്പോൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഐ ആം ഫീലിംഗ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് മൈ ഹാംസ്ട്രിങ്, ബം, എവറിത്തിങ്. സോ എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. Okay, this is good. പക്ഷേ ഇത്ര ടയറിങ് അല്ല. ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ് ഈസിലി. ലെറ്റ്സ് ഗോ ടു വെയ്റ്റ്സ് കൂട്ടണം. ആ ഡംബിൾ എടുത്താലോ? ക്യാൻ യു പ്ലീസ്? അപ്പോൾ നമ്മൾ വെയ്റ്റ്സ് കൂട്ടാൻ പോവാം. കാരണം ഇത് അത്ര വലിയ കഠിനമായിട്ട് തോന്നുന്നില്ല. ഓഫ്. പക്ഷേ ഈ ഡമ്പല് 10 കിലോത്തിന് ഡമ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ മാറ്റി മാറ്റി പിടിക്കാൻ ഇച്ചിരി പണിയായിരിക്കും. Can we finish one side first? Yeah. അങ്ങനെ ചെയ്യാം. Okay. That'll be hard, I think. Let's try. Jay. 3, 2, 1. Let's go. 1, 2, 3, 4. How is it? 5. കൊള്ളാം. 3 more. 6, 7, 8. Super. Nice. Pass. 3, 2, 1. Let's go. Oof. 2. Ada nice da. 3, 4, 5, 6, 7, 8. സത്യം പറയട്ടെ, എനിക്ക് എന്നെ ചന്തിക്കാൻ വിട്ടത്. അയ്യോ, ദാറ്റ് വാസ് നൈസ്. ദാറ്റ് വാസ് റിയലി നൈസ്. വെയ്റ്റ്സ് കൂടുമ്പോഴാണ് ഈ സാധനത്തിൻ്റെയൊക്കെ വർക്ക് ശരിക്കും മനസ്സിലാവണേ. മോർ ഇൻറ്റൻസിറ്റി, മോർ റിസൾട്ട്സ്, മോർ എഫേർട്ട് ഓൾസോ. ഓക്കെ, സോ നെക്സ്റ്റ് എക്സസൈസസ്. അതെ, ജമ്പിങ് സ്ക്വാഡ്സിൻ്റെ ഒരു വേരിയേഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാലിൻ്റെ പോർഷൻസിന് ഫ്രണ്ട് ബാക്ക് മാറി മാറി അടിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇന്ന് ടോട്ടലി ലെഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കില്ലർ ഹോം വർക്കൗട്ടാണ്. സോ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഹോട്ടൽ മുറിയിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണ്. സോ ബി വെറെവർ യു ആർ, മേക്ക് ഷുവർ യു ഡു ദിസ് എക്സസൈസസ്. ഓക്കെ, ആദ്യത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത് ഹൈറ്റ് ഇല്ലാതെയാണ്. അപ്പോൾ സെക്കൻഡും തേർഡും ചെയ്യുമ്പോൾ നിങ്ങൾ നിൽക്കുന്നതിൽ നിന്ന് ഒരു പ്രതലം കൂടുതൽ വേണം നിങ്ങൾക്ക്. അതായത് ഡംബിൾസ് ഡിസ്ക് ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് വെക്കാം. അതല്ലാത്തവർക്ക് ഹൈറ്റുള്ള എന്തെങ്കിലും ചെറിയ ഹൈറ്റുള്ള സാധനങ്ങൾ തറയിൽ വെക്കാം. ഹൈറ്റിൽ എന്ത് സാധനമുള്ള പലകകളൊക്കെ കാണുമല്ലോ, അത് മതി. ഒരു പലക അല്ലെങ്കിൽ 2 പലക. സോ വർക്കൗട്ട് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഹൈറ്റ്സ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ജമ്പിങ് സ്ക്വാഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻ ആൻഡ് ഔട്ട് സ്ക്വാഡ്സ് അല്ലേ? സെയിം ആണ്, പക്ഷേ ഇവിടെ നമ്മൾ കൈ താഴത്ത് ടച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. സോ ഇത് ആദ്യം ജമ്പ് ചെയ്യുക, ഔട്ട് ദെൻ ഇൻ. ഇതാണ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇതാണ് മൂവ്മെൻറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വാട്ട് ചെയ്യണം. സ്ക്വാട്ട് ഇൻ. സ്ക്വാട്ട് ചെയ്യുമ്പോൾ കൈ താഴെ ടച്ച് ചെയ്യുക, ഓൾട്ടർനേറ്റ് കൈകൾ താഴെ ടച്ച് ചെയ്യുക, മുകളിലേക്ക് വരിക. ഇത്രയുള്ള പരിപാടി. ആൻഡ് ഇതിനെ കുറച്ചുകൂടി ഹാർഡ് ആക്കണമെങ്കിലാണ് ജിസ്മ പറഞ്ഞത്, നിങ്ങൾ ഈ കാലടുപ്പിച്ച് നിൽക്കുമ്പോഴുള്ള പ്രതലം എന്തെങ്കിലും ഒരു ഉയർന്ന പ്രതലം വയ്ക്കുക, ഒരു വലിയ ബോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിൽക്കാം. മനസ്സിലായോ? അപ്പോൾ അത് ഹൈറ്റിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് താഴേക്ക് ചാടി ഇറങ്ങുക. അപ്പോൾ ഈ ചാടുന്ന പോർഷനിൽ ഹൈറ്റ് ഉണ്ടാവില്ല, താഴത്തെ പ്ലാറ്റ്ഫോം ആയിരിക്കും. എന്നിട്ട് വീണ്ടും അങ്ങനെ ചാടാം. അങ്ങനെയും ചെയ്യാം, ലൈക്ക് ബോക്സ് ജമ്പിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് പോലെ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആ വേരിയേഷൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് നോർമൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ മൈക്ക് താഴെ വയ്ക്കുവാണ്, കാരണം ഇത് വെച്ച് എനിക്ക് ചാടാൻ പറ്റില്ല. ലെറ്റ്സ് ഗോ. നമ്മൾ 15 റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് സെറ്റ്. 3, 2, 1. 1, 2, 3,
4, 5, 6. No, don't go in between that. 9, 10, 11, 12, 13, 14, 15. Silent. Okay. Sorry, നമുക്ക് വർക്കിൻ്റെ ഒക്കെ ആയിട്ട് കുറെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലുമൊക്കെ കാലിപ്പോഴത്തേക്ക് കൊളുത്തി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇൻറ്റൻസിറ്റി ഉള്ള വർക്കൗട്ട്സാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഡോണ്ട് ഡു ദാറ്റ് റിസ്ക് റൈറ്റ് നൗ. കാരണം ഡംബൽസിൻ്റെ പ്ലേറ്റ്സിൽ ചെയ്യുന്ന റിസ്ക്കാണ്. നന്നായിട്ട് തീറ്റി പോയി കഴിഞ്ഞാൽ തറയിലടിച്ച് വീണ് പല്ല് പോയി, മുന്നിൽ പോയി, പിന്നെ ഞാൻ ഇവിടെ നിർത്തുകൊണ്ട് പോയി വെപ്പോയിൽ ഫിറ്റ് ചെയ്ത് ആ വെപ്പോയിൽ വീണ്ടും മുടിഞ്ഞ് ഇതിങ്ങനെയൊക്കെ ആയി. എന്തൊക്കെ അവസ്ഥയല്ലേ മാറും. അതാ പറഞ്ഞത്, നിന്റെ നല്ല പല്ല് കൊണ്ടേ കളയണ്ട. ഓക്കെ, what do you want? I want water. എന്നാ വാട്ടർ കുടിക്കാ. നാളെ തൊട്ട് സ്വന്തം ടീഷർട്ടിൽ വർക്കൗട്ട് ചെയ്തോളണം കേട്ടോ. കേട്ടോ, താൻ എന്ത് തീരുമാനിക്കും? ഓക്കെ, വാ. 3, 2, 1. നെക്സ്റ്റ് സെറ്റ് 10 reps. 3, 2, 2, 1. Let's go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Right side touching now. അങ്ങനെയാണോ? Yes. Okay, fine. Wrong count. Hey, last time I did 15. I counted like this only. അമ്മ ഒന്ന് പിടിച്ചേ. അവിടെ എന്താണ് അവസ്ഥ നോട്ടെ. ഓക്കെ, അപ്പോൾ സത്യം പറയുന്ന ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ടൈം പോകുന്നുണ്ട്. ആകെ 6 വർക്കൗട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇൻറ്റൻസിറ്റി വർക്ക്സ് ചെയ്തെടുക്കാനുള്ള ടൈം എല്ലാം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി 1 more വർക്കൗട്ട് ഉണ്ട്. പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറാം. വാ, കമോൺ, പാടാം. ഏതാ? ആ, അതാ. ഓക്കെ, ലെറ്റ്സ് ഗോ. 3, 2. ഇത് ഈ പറഞ്ഞ പോലെ 15 റൗണ്ട് പോവാം. രണ്ടും കൂടി. ഓക്കെ, ഈച്ച് അല്ല, ഇപ്പം ഞാൻ കൗണ്ട് ചെയ്ത പോലെ 15 റൗണ്ട്സ്. ദാറ്റ്സ് ഇറ്റ്. 3, 2, 1. ലെറ്റ്സ് ഗോ. കം. 1, 2, 3, 4, 5, 6, 7, 8. Sit and touch. Sit and touch. എന്റെ കാലിൽ നോക്കാം. 30, 40. ഓ ഓ അമ്മേ അമ്മേ എന്ന് ശരിക്കും വിളിച്ചു എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മളുടെ കില്ലർ ലെഗ് ഹോം വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആണോ? ആ ഞാൻ ഓടിക്കോ സാറില്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഇപ്പൊ എന്നെ കാണില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ കില്ലർ ലെഗ് വർക്കൗട്ട് അങ്ങനെ ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ടോട്ടലി 5 വർക്കൗട്ടാണ് നമ്മൾ ചെയ്തത്. ആക്ച്വലി 1 more വർക്കൗട്ട് നമ്മളുടെ കയ്യിലുണ്ട്. അത് ലഞ്ചസിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ്. പക്ഷേ നമ്മളതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി എക്സോസ്റ്റിംഗ് ഓൾസോ. സോ നമ്മളത് നെക്സ്റ്റ് നമ്മളുടെ എക്സസൈസ് ഡേയിലേക്ക് വയ്ക്കുവാണ്. ആൻഡ് അതുമല്ല നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ടൈം വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സ്ട്രെച്ചിങ്ങിലേക്ക് കൂടി കയറി വരുമ്പോൾ ഓൾമോസ്റ്റ് 1 hour ആവും. സോ ലെറ്റ്സ് ഗോ ടു ദ സ്ട്രെച്ചിങ്. കം ഓൺ. കാലൊക്കെ എങ്ങനെയുണ്ട് ജിസ്മ ചേച്ചി? ഡെഡ്ലി നോ? യൂഷ്വലി നമ്മൾ ഇൻറ്റൻസിറ്റി ഉള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം
നേരെ നമ്മൾ ഇതുപോലെ ജമ്പിങ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ് വർക്കൗട്ട്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊക്കെ തകരും നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെല്ലാവരും ഇന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് നടക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുകൾ അത്രയും ലൂസാവും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വാക്കിങ്ങിന് പോകാൻ പറ്റിയ ഡേ ആണ്, ഈവനിങ് ആണ്. നല്ലൊരു പാട്ട് കേൾക്കുക, എൻജോയ് ചെയ്ത് പുറത്ത് നടക്കാനായിട്ട് പോവുക, മഴ ഉണ്ടെങ്കിൽ കുട എടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്ട്രെച്ചിങ്ങിലേക്ക് കയറാം. ഓക്കെ ജിസ്മജി? ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന നോർമൽ സ്ട്രെച്ചസ് ഒക്കെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വൺ, നമ്മളുടെ 7ൽ സിറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ടിലെ കാല് 7, ബാക്കിലത്തെ എന്നിട്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. അത് കുറച്ചും കൂടി സ്ട്രെച്ചബിൾ ആക്കണമെങ്കിൽ കൈ ഇങ്ങനെ നേരെ വയ്ക്കുക. ഹോൾഡ് ചെയ്ത് കിടക്കുക. എത്ര നേരം കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ കിട്ടുന്നു അത്രയും റിക്കവറി പെട്ടെന്ന് നടക്കും. ഓക്കെ, നെക്സ്റ്റ് ലെഗ് ആണ്. സൂപ്പർ. ഇനി എന്താ ചെയ്യേണ്ടത്? കൈകൾ നേരെ കുത്തുക, പുഷ് പൊസിഷനിൽ വരിക. അതിനുശേഷം ഒരു കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങളെ കാലിങ്ങനെ മുട്ട കുറച്ചൊരു പൊക്കി കണ്ട. എന്നിട്ട് ഹിപ്പ് ഓപ്പണിങ് ചെയ്യണം. താഴേക്ക് മാക്സിമം ഇരിക്കാൻ നോക്കുക, വലിച്ചു കയറണ്ട, പതിയെ ഇരുന്നാൽ മതി. നെക്സ്റ്റ് ബാക്കിലെ കാല് തറയിൽ മുട്ടുക, ബാക്കിലേക്ക് പോവുക, ഹോൾഡ് ഇട്ട്. ഇത് ഫ്രണ്ടിലത്തെ കാലിന്റെ ഹാംസ്ട്രിങ് വലിയാനായിട്ടാണ്. നെക്സ്റ്റ് അടുത്ത കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് പോവാ. ഈ സ്ട്രെച്ചൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ നന്നായിട്ട്, പെട്ടെന്ന് ചാടിക്കറി ചെയ്യണ്ട. നെക്സ്റ്റ് കാലുള്ളിലേക്ക് വയ്ക്കുക. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന സ്ട്രെച്ചസ് നമ്മൾ അധികം നേരം ഒന്നും ചെയ്യുന്നില്ല, നമ്മൾക്കുള്ള സമയപരിധി കാരണം. പക്ഷേ യു ഗൈസ് ക്യാൻ ഡു ഇറ്റ് ഫോർ എ ലോങ് ടൈം. കാലിന്റെ മാത്രമായിട്ടുള്ള ഇഷ്ടംപോലെ പോസ്റ്റ് വർക്ക്ഔട്ട് സ്ട്രെച്ച് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ എടുത്ത് വെച്ചിട്ട് സാവകാശം ചെയ്യാം. അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൗട്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എല്ലാവരും അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും ബാഗ്സ് ഒക്കെ യൂസ് ചെയ്ത് വെയിറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചോ? അതേപോലെ തന്നെ ഡംബൽസ് ഒക്കെ നിങ്ങൾ മേടിച്ചോ? എന്താണ് നിങ്ങളുടെ റൊട്ടീൻ എല്ലാം അറിയിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ നാളെ തൊട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ പോവുകയാണ് 4 ആഴ്ചത്തേക്ക്. സോ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക. ആൻഡ് എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മളടുത്ത് ചോദിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ അത് കാണുക. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടാവില്ല, ഉറപ്പാണ്. പക്ഷേ ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട്സ് നമ്മൾക്ക് എന്തായാലും സെൻഡ് ചെയ്യുക. ആൻഡ് ഇന്ന് നമ്മളിത് 37ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഏകദേശം പകുതി വഴി പോകാനുണ്ട്. സോ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും അറിയിക്കുക, നമ്മളിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, കൂടെ ജോയിൻ ചെയ്യൂ. അല്ലേ, എത്രയും കൂടുതൽ ആൾക്കാരാവും. നമ്മളുടെ ഫാമിലി ഇപ്പം തന്നെ 80K ആയിരിക്കുകയാണ്. നമ്മൾക്ക് ഇനിയും ഒരുപാട് വലുതാക്കണം നമ്മുടെ ഫാമിലി. സോ ബി വിത്ത് us ആൻഡ് ലെറ്റ് us the Goda. Let us the Goda. അപ്പോൾ നാളെ കാണാം. ബൈ.